കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പാൻടെക് FSW സുരക്ഷാ പ്രൊജക്ടിൽ അംഗത്വമുള്ളവരുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമൽ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന പാൻടെക് FSW സുരക്ഷാ പ്രൊജക്ടിൽ അംഗത്വമുള്ളവരുടെ മക്കൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യയുടെ സഹായത്തോടുകൂടി നമുക്കും പഠിക്കണം പ്രൊജക്ടിന്റെ ഭാഗമായി ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് മിനി ഹാളിൽ വെച്ച് നടന്ന പഠനോപകരണങ്ങളുടെ വിതരണത്തിന്റെ ഉദ്ഘാടനം ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമൽ നിർവഹിച്ചു. ലോകം വളരെ മാറി. എന്തൊക്കെ ചെയ്യും? ഇന്ത്യ നമ്പർ 1, ലോകത്ത് നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ആകാൻ പോകുന്ന രാജ്യമാണ് പറഞ്ഞാൽ പോലും അടിസ്ഥാന സൗകര്യം ഇന്ന് പോലും എത്തിപ്പെടാത്ത ഒരു രാജ്യമാണ് ഇന്നും നമ്മുടെ ഇന്ത്യ. അതിനിടയിൽ പാൻടെക് പോലത്തെ പ്രവർത്തകർ അവരുടെ എന്നോട് ഇന്ന് ഓരോ മുഖ്യം അവർ പറഞ്ഞ കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നടത്തിക്കൊണ്ട് സഹകരണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരെ തന്നാലാവുന്ന കാര്യം ചെയ്യുന്ന അവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികതയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. പാൻടെക് ചെയർമാനും മൈഗ്രന്റ് പ്രൊജക്ട് ഡയറക്ടറുമായ പ്രൊഫസർ KP ഭരതൻ അധ്യക്ഷനായി. അബ്ദുൽ ലത്തീഫ് മഠത്തിൽ മുഖ്യാതിഥിയായി സംബന്ധിച്ചു. ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഫൗണ്ടറും ചെയർമാനുമായ മോഹൻദാസ് വയലാങ്കുഴി, മൈഗ്രന്റ് സുരക്ഷാ പ്രൊജക്ട് മാനേജർ അരുൺ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. പാൻടെക് FSW പ്രൊജക്ട് ഡയറക്ടർ T രാജീവൻ സ്വാഗതവും SSW പ്രൊജക്ട് മാനേജർ CK വിദ്യ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ്സിന് കുണിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഹെഡ് ഡോക്ടർ ജീന, സൈക്കോളജിസ്റ്റ് ധാന്യശ്രീ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സെറീന ഭാനു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.